മിസ്റ്റർ അരുൺ, നിങ്ങൾക്കെന്താണ് ഈ അവസരത്തിൽ ഇനി പറയാനുള്ളത്? ഇതോടെ ഇത് നാലാമത്തെ ആളാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതും 4 പേരും സമൂഹത്തിൽ ഉന്നത നിലയിലുള്ളവർ. മുകളിൽ നിന്ന് എനിക്ക് ഒരുപാട് പ്രഷറുണ്ടായിട്ടും താങ്കളെ ഈ കേസിൽ നിന്ന് മാറ്റാത്തത് എനിക്ക് തന്നിലുണ്ടായിരുന്ന വിശ്വാസം അതൊന്നുകൊണ്ട് മാത്രമാണ്. എന്നാൽ ഇനി അത് പറ്റില്ല. ഓരോ ദിവസവും ആരാണ് കൊല്ലപ്പെടാൻ പോകുന്നത് എന്ന് പോലും അറിയില്ല. ഇതുവരെ കൊലയാളിക്കെതിരെ ചെറിയൊരു തെളിവ് പോലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇനിയും ഈ അന്വേഷണത്തിൽ നിങ്ങൾ തുടരുന്നതിൽ അർത്ഥമില്ല. നാളെ ക്രൈംബ്രാഞ്ചിന്റെ കീഴിലുള്ള പുതിയൊരു ഓഫീസർ വരും, മിസ്റ്റർ അർജുൻ. ഇതുവരെയുള്ള നിങ്ങളുടെ ഫൈൻഡിങ്സ് അതെന്ത് തന്നെ ആയാലും അയാളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഈ കേസിൽ നിന്ന് ഒഴിയാം. രാവിലെ തന്നെ DIGയുടെ ഓർഡറിന്റെ മേൽ അദ്ദേഹത്തെ കാണാൻ വന്നതായിരുന്നു അരുൺ. സിറ്റിയിൽ കുറച്ചു ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതക പരമ്പരയുടെ അന്വേഷണ ചുമതല അരുണിനായിരുന്നു. ഇന്ന് രാവിലെ സംഭവിച്ചതുകൂടി ചേർത്ത് ഇത് നാലാമത്തെയാളാണ് കൊല ചെയ്യപ്പെടുന്നത്. കൊലയാളിയുടെ ഒരു തുമ്പ് പോലും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം സംഭവിച്ചിരിക്കുന്നത് ജനസാന്ദ്രത കൂടിയ ഇടങ്ങളിൽ. എന്നിട്ടും ഒരാൾ പോലും കണ്ടിട്ടില്ല ആ കൊലയാളിയെ. ഇതുവരെ ഏറ്റെടുത്ത ഒരു കേസിലും പരാജയപ്പെട്ടിട്ടില്ലാത്തവനായിരുന്നു അരുൺ. എന്നാൽ ഇതുവരെ അവൻ കണ്ട കേസ് പോലെ ആയിരുന്നില്ല ഇത്. ഒരു തെളിവ് പോലും ഇല്ലാതെ പൂർണ്ണമായി പ്ലാൻ ചെയ്ത കൊലപാതകങ്ങൾ. ആദ്യത്തേത് മുൻ പോലീസ് കമ്മീഷണർ, പിന്നെ സുപ്രീം കോർട്ടിലെ ലീഡിംഗ് വക്കീൽ, ഇന്ദിത നഗരത്തിലെ പേരുകേട്ട ഹോസ്പിറ്റലിന്റെ MD. എല്ലാ കൊലകളുടെയും രീതി ഒരേപോലെ. ഇരയെ വേദന എന്തെന്ന് അറിയിച്ചുകൊണ്ടുള്ള ക്രൂരമായ മുറിവുകൾ. എല്ലാ ശരീരത്തിൽ നിന്നും ജനനേന്ദ്രിയങ്ങൾ മുറിച്ചു മാറ്റിയിരിക്കുന്നു. ഇടനെഞ്ചു തുറന്ന് ഹൃദയം പുറത്തെടുത്തിരിക്കുന്നു. ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഒരു കറുത്ത തുണി. ശരീരം മുഴുവൻ മുള്ളുകൾ കൊണ്ടെന്ന പോലെ കീറിയിരിക്കുന്നു. ഇതാണ് സ്ഥിരം രീതി. ആരാണ് ഇതിനെല്ലാം പിന്നിൽ? എന്തിനാണ് അയാൾ ഈ കൊലകളെല്ലാം ചെയ്യുന്നത്? ഈ ചോദ്യങ്ങൾക്കൊന്നും അവന്റെ പക്കൽ ഉത്തരമില്ലായിരുന്നു. എന്തായാലും ആ കൊലയാളിക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ അരുൺ തയ്യാറല്ലായിരുന്നു. നാളെ കേസ് ക്രൈംബ്രാഞ്ചിന്റെ കൈകളിൽ ഏൽപ്പിക്കും. അവന്റെ മനസ്സ് ആകെ അസ്വസ്ഥമായി. സർ, എനിക്ക് 1 മാസത്തെ ലീവ് വേണം. ശരി മിസ്റ്റർ അരുൺ. നാളെ അവർക്ക് കേസ് ഡീറ്റെയിൽസ് കൈമാറിയാൽ നിങ്ങൾ ലീവ് എടുത്തോളൂ. നൗ യു ക്യാൻ ഗോ. DIGയെ സല്യൂട്ട് ചെയ്ത് അരുൺ അയാളുടെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഇല്ല, ഇത് ഞാൻ അങ്ങനെ വിടില്ല. ആ കൊലയാളി ആര് തന്നെ ആയാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അരുൺ ഉള്ളിൽ ഉറച്ച തീരുമാനമെടുത്തു. അടുത്ത ദിവസം രാവിലെ തന്നെ അവൻ ഓഫീസിലെത്തി. അവൻ ചെന്നപ്പോൾ ഒരാൾ DIG ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. അയാൾ അവന് സ്വയം പരിചയപ്പെടുത്തി. ഞാൻ അർജുൻ, ക്രൈംബ്രാഞ്ചിൽ നിന്ന് വന്നതാണ്. താങ്കൾ അന്വേഷിച്ചിരുന്ന കേസിന്റെ തുടർച്ചയ്ക്കായി. അതും പറഞ്ഞ് അയാൾ അവന് നേരെ കൈനീട്ടി. കറുത്ത കോട്ടുമണിഞ്ഞു നിൽക്കുന്ന അയാളുടെ കയ്യിലേക്ക് ഫയൽ കൈമാറി അവൻ വീട്ടിലേക്ക് തിരികെ പോയി. തിരികെ പോകുമ്പോൾ ആ ഓഫീസർ ആരാണെന്ന് പോലും അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. ആദ്യമായി ഒരു കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാതെ കൈമാറേണ്ടി വരുന്ന മുഴുവൻ ദേഷ്യവും അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അന്നത്തെ ദിവസം അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഓരോ കൊലപാതകങ്ങളും അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അവയിലെല്ലാം അവൻ ആ കൊലപാതകിയുടെ മുഖത്തിനായി തിരഞ്ഞുവെങ്കിലും നിരാശയായിരുന്നു ഫലം. അന്നവൻ ഒരുപാട് മദ്യപിച്ചു. രാത്രിയുടെ ഏതോ മണിക്കൂറിൽ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അടുത്ത ദിവസം രാവിലെ തുടരെയുള്ള കോളിംഗ് ബെൽ കേട്ടാണ് അവൻ കണ്ണു തുറന്നത്. വാതിൽ തുറന്ന് അവൻ കണ്ടത് കുറച്ച് പോലീസുകാർക്കൊപ്പം പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു യുവാവിനെയാണ്. ആരാ? മിസ്റ്റർ അരുണല്ലേ? അവൻ അതെ എന്ന് തലയാട്ടി. ഞാൻ അർജുൻ, ക്രൈംബ്രാഞ്ചിൽ നിന്നാണ്. ഇന്നലെ വരുന്ന വഴിയിൽ വണ്ടിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. അതുകൊണ്ട് യാത്ര ലേശം വൈകി. ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ മിസ്റ്റർ അരുണിനെ കണ്ട് കേസിന്റെ ഫയൽ വാങ്ങിയിട്ട് ജോലിക്ക് കയറാമെന്ന് വെച്ചു. പുഞ്ചിരിയോടെ ആ യുവാവ് പറഞ്ഞു. അരുണിന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. അപ്പോൾ താൻ ഇന്നലെ ഫയൽ കൈമാറിയത് ആർക്കാണ്? അവന്റെ ഉള്ളിലെ ആ ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ അവൻ ഉള്ളിലേക്കോടി. TV ഓൺ ചെയ്ത് അവൻ ന്യൂസ് ചാനൽ പ്ലേ ചെയ്തു. അതിൽ കണ്ട വാർത്ത
അവന്റെ ഹൃദയമിടിപ്പ് കൂട്ടി. കൊലപാതക പരമ്പര തുടരുന്നു. DIG ജോസഫ് അലക്സാണ്ടർ കൊല്ലപ്പെട്ടു. അവന്റെ കയ്യിൽ നിന്ന് റിമോട്ട് നിലത്തേക്ക് പതിച്ചു. മിസ്റ്റർ അരുൺ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാനാണെന്ന് കരുതി മറ്റൊരാൾക്ക് നിങ്ങൾ കേസിന്റെ ഡീറ്റെയിൽസ് കൈമാറിയെന്നോ? അതും അയാളുടെ മുഖം പോലും ഒന്ന് ശ്രദ്ധിക്കാതെ. നിങ്ങൾ ഇത്രയ്ക്ക് ഇറസ്പോൺസിബിൾ ആണെന്ന് ഞാൻ കരുതിയില്ല. അർജുന്റെ വാക്കുകളിൽ മുഴുവൻ ദേഷ്യമായിരുന്നു. ആദ്യമായി ACP അരുണിന്റെ മുഖം മറ്റൊരാൾക്ക് മുന്നിൽ അപമാനം കൊണ്ട് കുനിയേണ്ടി വന്നു. അരുണിന്റെ നെഞ്ചിൽ അപ്പോൾ ഒരു അഗ്നിപർവ്വതം തന്നെ തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അരുണിന്റെ മൊബൈലിലേക്ക് കമ്മീഷണർ ഓഫീസിൽ നിന്ന് വിളി വന്നു. മിസ്റ്റർ അരുൺ, 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ കമ്മീഷണർ ഓഫീസിൽ ഹാജരായിരിക്കണം. അത്രയും പറഞ്ഞ് ഫോൺ കട്ടായി. അർജുനൊപ്പം കമ്മീഷണർ ഓഫീസിലേക്ക് പോകുമ്പോൾ എന്താണ് അവിടെ തന്നെ കാത്തിരിക്കുന്നതെന്ന് അരുണിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ മനസ്സുകൊണ്ട് എന്തിനും തയ്യാറായിരുന്നു. ലുക്ക് മിസ്റ്റർ അരുൺ, നിങ്ങളുടെ ഒരാളുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ 5ാമത്തെ ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. ഒരു കണക്കിന് പറഞ്ഞാൽ നിങ്ങൾ കൊലയാളിക്ക് കൂട്ടുനിന്നു എന്ന് വേണം പറയാൻ. ഒരു DIG ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതും അയാളുടെ ഓഫീസിൽ ഇത്രയും പോലീസുകാരുടെ നടുവിൽ. കൊലയാളി പോലീസിനെ പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുന്നു. എന്നിട്ടും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ജോലിക്ക് അർഹനല്ല എന്ന് വേണം കരുതാൻ. മിസ്റ്റർ അരുൺ, അന്വേഷണ വിധേയമായി നിങ്ങളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ വാർത്ത അവൻ പ്രതീക്ഷിച്ചതായതുകൊണ്ട് തന്നെ അവന്റെ മുഖത്ത് ഒരു ഭാവമാറ്റവും വന്നില്ല. തൊപ്പിയൂരി ടേബിളിൽ വെച്ച് ആ പടി ഇറങ്ങുമ്പോഴും അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. ആ പുഞ്ചിരി കൊലയാളിയുടെ അവസാനത്തിന് വഴിയൊരുക്കുന്ന കനലായി അവന്റെ ഉള്ളിൽ ആളിക്കത്തി. തിരികെ വീട്ടിലെത്തിയിട്ടും അരുണിന്റെ ഉള്ളിൽ ആളിക്കത്തിക്കൊണ്ടിരുന്ന അഗ്നി അണഞ്ഞിരുന്നില്ല. അവൻ ഷെൽഫിൽ നിന്ന് മദ്യക്കുപ്പിയും ഗ്ലാസുമായി ടേബിളിനടുത്ത് കസേരയിലിരുന്നു. മദ്യക്കുപ്പി മേശമേൽ വെച്ച് അവൻ കസേരയിലേക്ക് ചാഞ്ഞു. അരുണിന്റെ ചിന്തകൾ തലേദിവസം നടന്ന സംഭവങ്ങളിലേക്ക് പാഞ്ഞു. ആ മനുഷ്യൻ, തന്റെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങിപ്പോയ ആ കൊലയാളി, അവൻ ആരാണ്? അവൻ അയാളിലേക്ക് തന്റെ ഓർമ്മകളെ കേന്ദ്രീകരിച്ചു. ആ ജാക്കറ്റ്, അത് കറുത്ത നിറത്തിലുള്ള ഒന്നായിരുന്നു. തലയിൽ അണിഞ്ഞിരുന്ന തൊപ്പി, അതും കറുത്ത നിറം. പക്ഷേ ആ മുഖം, അത് താൻ കണ്ടില്ല. അല്ലെങ്കിൽ മനഃപൂർവ്വം അയാൾ തന്നിൽ നിന്ന് മറച്ചു പിടിച്ചു. അപ്പോഴാണ് അയാളുടെ കഴുത്തിൽ താൻ കണ്ട ലോക്കറ്റിലേക്ക് അവന്റെ ഓർമ്മ പതിഞ്ഞത്. അത് അതൊരു നമ്പർ ആയിരുന്നില്ലേ? അവനത് ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ അവൻ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ചുവരിൽ തൂക്കിയിരിക്കുന്ന വൈറ്റ് ബോർഡിൽ മാർക്കർ കൊണ്ട് അവൻ വരച്ചു. തല കീഴായി കിടക്കുന്ന ഒരു കുരിശ്, അതിൻ്റെ നടുവിലായി എഴുതിയിരിക്കുന്ന നമ്പർ 666, ചെകുത്താൻ്റെ നമ്പർ. അവൻ്റെ കയ്യിൽ നിന്ന് ആ മാർക്കർ നിലത്തേക്ക് വീണു. അതെ, ഇത് തന്നെയാണ് ആ ലോക്കറ്റ്. ഇല്ല, എന്തൊക്കെയോ താൻ ഈ കേസിൽ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. തെളിവുകൾ, അത് തൻ്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും താനത് എന്തുകൊണ്ട് കണ്ടില്ല? ആരോ തന്നെ വഴിതെറ്റിച്ചിരിക്കുന്നു. ആരായിരുന്നു അയാൾ? എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. DIG ഓഫീസിൽ. താൻ അന്വേഷിക്കുന്ന തെളിവ്, അത് അവിടെയുണ്ടെന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ വാതിൽ പൂട്ടി പുറത്തേക്കിറങ്ങി. തൻ്റെ ബൈക്കെടുത്ത് അവൻ DIG ഓഫീസിലേക്ക് പാഞ്ഞു. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് കറുത്ത കോട്ടണിഞ്ഞ ഒരു രൂപം അവൻ്റെ ജനലിനരികിലായി നിൽക്കുന്നുണ്ടായിരുന്നു. കോട്ടിന് വെളിയിലേക്ക് വീണ 666 എന്നെഴുതിയ ലോക്കറ്റ് അയാൾ കോട്ടിനുള്ളിലേക്ക് മറച്ചു. അരുണിന്റെ വീടിന്റെ ചുവരിൽ കറുത്ത നിറത്തിൽ അയാൾ എഴുതി: നിയമവും നീതിയും കണ്ണുകെട്ടുന്നു. ഇനി നടപ്പിലാക്കുന്നത് എൻ്റെ നീതി, എൻ്റെ മാത്രം വിധി. 6ാമത്തെ ശിക്ഷ ഇന്ന് രാത്രി. പതിയെ ആ രൂപം വെളിയിലേക്ക് നടന്നു. DIG ഓഫീസിനടുത്തെത്തിയപ്പോൾ അരുൺ കണ്ടത് അവിടെ മുഴുവൻ പോലീസുകാരാൽ നിറഞ്ഞിരിക്കുന്നതാണ്. ഈ സമയം അവിടെ കയറി അന്വേഷിക്കാൻ കഴിയില്ല എന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞു. തിരികെ പോകാനായി തുടങ്ങുമ്പോഴാണ് ആരോ തന്നെ ശ്രദ്ധിക്കുന്നതായി അവന് തോന്നിയത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അവൻ്റെ നോട്ടം
അടുത്തുള്ള മരത്തിന് താഴെ കണ്ട രണ്ട് കുഞ്ഞിക്കാലുകളിലേക്ക് പതിഞ്ഞത്. അവൻ വണ്ടിയിൽ നിന്നിറങ്ങി ആ മരത്തിനടുത്തേക്ക് നടന്നു. അവൻ അതിനടുത്തേക്ക് അടുത്തതും ആ കാലുകൾ മരത്തിന്റെ പിറകിലേക്ക് വലിഞ്ഞു. അവിടെ ചെന്ന അരുൺ കണ്ടത് ഭയന്ന മുഖവുമായി മരത്തിന്റെ മറവിൽ ഇരിക്കുന്ന പെൺകുട്ടിയെയാണ്. അവൻ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഈ പെൺകുട്ടി, ഇവൾ ഇവൾ DIG ഓഫീസിൽ സ്ഥിരം ചായ കൊടുക്കുന്ന കുട്ടിയല്ലേ? അവൻ അവൾക്കടുത്തേക്ക് നീങ്ങിയതും അവൾ ഭയം കൊണ്ട് പുറകിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഇവൾ ഇവൾ എന്തിനാണ് എന്നെ കണ്ട് ഭയക്കുന്നത്? അന്ന് ആ ദിവസം ഞാൻ ആ ഫയൽ കൈമാറുമ്പോൾ ഇവൾ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവൾ ഇവൾ എന്തെങ്കിലും കണ്ടു കാണുമോ? അവന്റെ മനസ്സ് ആകെ അസ്വസ്ഥമായി. അവൻ ആ പെൺകുട്ടിയെ പിടിച്ചു നിർത്തി. നീ എന്തിനാ ഭയക്കുന്നത്? എന്തിനാ നീ എന്നെ കണ്ടിട്ട് ഒളിച്ചത്? ഒന്നിനും ആ പെൺകുട്ടി മറുപടി പറഞ്ഞില്ല. അവളുടെ ശരീരം ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഉള്ളിൽ സംശയം നിറഞ്ഞു. നീ നീ അയാളെ കണ്ടോ? ആരായിരുന്നു അത്? അയാളെ നീ മുൻപ് കണ്ടിട്ടുണ്ടോ? അവന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആ പെൺകുട്ടി വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. അവൻ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു. വിറയ്ക്കുന്ന ചുണ്ടുകൾ കൊണ്ട് ആ പെൺകുട്ടി അവനോട് എന്തോ പറഞ്ഞു. ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേട്ട അവന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. അവന്റെ കാതുകളിൽ തനിക്ക് നേരെ കൈ ചൂണ്ടി ആ പെൺകുട്ടി പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. അയാൾക്ക് ചേട്ടന്റെ മുഖമായിരുന്നു. അരുണിന് സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ മുഖം. പക്ഷേ അതെങ്ങനെ? ഇനി ആ പെൺകുട്ടി കള്ളം പറഞ്ഞതാണെങ്കിലോ? അവന്റെ മനസ്സിൽ സംശയമുണർന്നു. തല ഉയർത്തി ആ കുട്ടിയെ നോക്കിയ അവൻ ഒരു നിമിഷം ഞെട്ടി. ആ കുട്ടി നിന്നിടം ശൂന്യമായിരുന്നു. അവൻ ആ പെൺകുട്ടിക്കായി അവിടെ മുഴുവൻ തിരഞ്ഞെങ്കിലും നിരാശയായിരുന്നു ഫലം. ആ പെൺകുട്ടി പറഞ്ഞത് സത്യമാണെങ്കിൽ കൊലയാളി തന്റെ മുഖസാദൃശ്യമുള്ള ഒരാളാവണം. അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ കുറ്റക്കാരനാക്കാൻ ആരോ ശ്രമിക്കുന്നു. പക്ഷേ അതുകൊണ്ട് ആർക്കെന്ത് ഉപകാരമാണുള്ളത്? ആരായിരിക്കും അയാൾ? അപ്പോഴാണ് ദൂരെ എവിടെ നിന്നോ ഒരു പോലീസ് ജീപ്പിന്റെ സൈറൻ ശബ്ദം അവന്റെ കാതുകളിൽ മുഴങ്ങിയത്. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ അവൻ പെട്ടെന്ന് തന്നെ ബൈക്കെടുത്ത് വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിലെത്തി ധൃതിപ്പെട്ട് വാതിൽ തുറന്ന് അകത്ത് കയറുന്നതിനിടയിലാണ് ചുവരിൽ കറുത്ത നിറത്തിലുള്ള എഴുത്ത് അവൻ ശ്രദ്ധിച്ചത്. നിയമവും നീതിയും കണ്ണുകെട്ടുന്നു. ഇനി നടപ്പിലാക്കുന്നത് എൻ്റെ നീതി, എൻ്റെ മാത്രം വിധി. ആറാമത്തെ ശിക്ഷ ഇന്ന് രാത്രി. ഇത് ഇതാരാ എഴുതിയത്? അരുൺ ആ ചുവരിനടുത്തേക്ക് ഓടി. ആ അക്ഷരങ്ങൾ കരിക്കട്ട കൊണ്ട് എഴുതിയവയായിരുന്നു. അതിന് താഴെയായി തറയിൽ ഒരു കവർ ഇരിക്കുന്നുണ്ടായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ആ കവർ കയ്യിലെടുത്തു. അതിനുള്ളിൽ മനുഷ്യത്തോലു കൊണ്ടുള്ള ഒരു മുഖംമൂടിയും ഒരു കുറിപ്പുമായിരുന്നു. ആ മുഖംമൂടി കൈകളിലെടുത്ത് നോക്കിയ അവൻ ഞെട്ടി. ആ മുഖം അരുണിൻ്റേത് തന്നെയായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് സത്യമാണ്. അവൾ കണ്ടത് എൻ്റെ ഈ മുഖം തന്നെയായിരുന്നു. പക്ഷെ എന്തിന്? എന്തിനു വേണ്ടിയാണ് ആ കൊലയാളി എൻ്റെ മുഖം ഉപയോഗിച്ചത്? ആ ചോദ്യത്തിന് മാത്രം അവൻ ഉത്തരം ലഭിച്ചില്ല. അവൻ ആ കവറിനുള്ളിൽ നിന്ന് ലെറ്റർ പുറത്തേക്കെടുത്തു. അതിനുള്ളിലെ അക്ഷരങ്ങളിലേക്ക് അവന്റെ കണ്ണു പതിഞ്ഞു. മിസ്റ്റർ അരുൺ, എൻ്റെ വഴിയിൽ തടസ്സം നിൽക്കരുത്. നിയമവും നീതിയും നോക്കുകുത്തി ആകുന്നിടത്ത് എൻ്റെ വിധികളാണ് ശരി. എന്നെ തടയാൻ നിങ്ങൾക്കാവില്ല. ഒരിക്കൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനൊരു ശരിയായിരുന്നു എന്ന്. ഇനിയും എൻ്റെ പുറകെ വരാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇനി എൻ്റെ പുറകെ വന്നാൽ നിങ്ങളെ കൂടി കൊല്ലാൻ എനിക്ക് മടിയില്ല. എൻ്റെ ആറാമത്തെ വിധി ഇന്ന് നടപ്പിലാക്കും. ദൈവത്തിൻ്റെ നീതി എന്നിലൂടെ നിറവേറുന്നു. അത്രയുമായിരുന്നു ആ കുറിപ്പിൽ ഉണ്ടായിരുന്നത്. അതിന് താഴെയായി ഒരു നമ്പർ കുറിച്ചിട്ടുണ്ടായിരുന്നു. 29081999. ഇതെന്ത് നമ്പറാണ്? കൊലയാളി ഈ നമ്പറിലൂടെ എന്താണ് തന്നോട് പറയുന്നത്? അരുണിന്റെ മനസ്സ് മുഴുവൻ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാൽ അസ്വസ്ഥമായി. ഇന്ന് രാത്രി ഒരു കൊലപാതകം കൂടി നടക്കും. പക്ഷെ ആരാണ് അവന്റെ അടുത്ത ഇര? മുൻപ് നടന്നവ ഒന്നും തന്നെ പരസ്പരം ഒരു ബന്ധവുമില്ലാത്തവരുടെ മരണങ്ങളാണ്.
അങ്ങനെയുള്ളപ്പോൾ ആരാകും അടുത്തത്? ആലോചിച്ചിട്ട് അവന്റെ മനസ്സിൽ പല മുഖങ്ങളും കടന്നുപോയി. അസ്വസ്ഥമായ മനസ്സിനെ ശാന്തമാക്കാൻ അവന് മദ്യത്തിന്റെ സഹായം ആവശ്യമായി വന്നു. അവൻ കതക് തുറന്ന് വീടിനുള്ളിലേക്ക് കയറി. വീടിന് അകത്തേക്ക് കയറിയ അരുൺ ഷെൽഫ് തുറന്ന് മദ്യക്കുപ്പി പുറത്തേക്കെടുത്തു. പിടയുന്ന ഹൃദയത്തെ പിടിച്ചു നിർത്താനായി ഗ്ലാസ്സിലേക്ക് പകർന്ന മദ്യം വെള്ളം പോലും ഒഴിക്കാതെ അവൻ കുടിച്ചിറക്കി. എന്നിട്ടും ടെൻഷൻ തീരാതെ വീണ്ടും വീണ്ടും അവൻ കുടിച്ചുകൊണ്ടിരുന്നു. അവസാനം ബോധം നഷ്ടപ്പെട്ട അവന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് നിലത്തേക്ക് വീണു. അവൻ മേശയിലേക്ക് ചാഞ്ഞു. അന്തരീക്ഷം ഇരുണ്ടു തുടങ്ങി. കറുത്തൊരു രൂപം അരുണിന്റെ വീടിന്റെ മുന്നിലായി വന്നു നിന്നു. ശബ്ദമുണ്ടാക്കാതെ ആ രൂപം ചാരിയിട്ടിരിക്കുന്ന വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി. അന്തരീക്ഷം ഭയാനകമായ ഒരു നിശബ്ദതയ്ക്ക് സാക്ഷ്യം വഹിച്ചു. അകലെ എവിടെയോ കാലൻ കൂഴി ഉച്ചത്തിൽ കൂകി. നായ്ക്കൾ ഉറക്കെ ഓരിയിട്ടു. ആ രൂപം അരുണിനെ ലക്ഷ്യമാക്കി നടന്നു. ബോധരഹിതനായി ഉറങ്ങുന്ന അരുണിനെ ആ രൂപം ഒന്നു നോക്കി. പതിയെ കോട്ടിനുള്ളിൽ നിന്ന് കൂർത്തൊരു കത്തി അയാൾ പുറത്തെടുത്തു. അടുത്ത നിമിഷം അരുണിന്റെ ഹൃദയഭാഗം ലക്ഷ്യമാക്കി ആ കത്തി ആഴ്ന്നിറങ്ങി. ഒരു നിലവിളിയോടെ അരുൺ ചാടിയെഴുന്നേറ്റു. കണ്ടത് വെറുമൊരു സ്വപ്നമാണെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ശരീരം മുഴുവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മുഖത്തിലൂടെ ഒഴുകിയിറങ്ങിയ വിയർപ്പ് തുള്ളികൾ നിലത്തേക്കൊഴുകി. പെട്ടെന്ന് അവൻ ചുവരിൽ തൂക്കിയിരിക്കുന്ന ക്ലോക്കിലേക്ക് നോക്കി. സമയം 8:40. പെട്ടെന്നാണ് ആ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന അക്കങ്ങൾ അവന്റെ ഓർമ്മയിൽ തെളിഞ്ഞത്. 290 81 999. എന്തോ ഓർത്തിട്ടെന്ന പോലെ അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ആ നമ്പർ അവൻ അടുത്തിരുന്ന ഒരു ബുക്കിൽ എഴുതി. 29 ദിവസം, 08 മാസം ആഗസ്റ്റ്, 1999 വർഷം. 29 ആഗസ്റ്റ് 1999. പെട്ടെന്ന് അവന്റെ മൊബൈൽ നിർത്താതെ ബെല്ലടിക്കാൻ തുടങ്ങി. അവൻ മൊബൈൽ ഓൺ ചെയ്ത് ചെവിയോട് ചേർത്തു. ആ മൊബൈലിലൂടെ അവൻ കേട്ട വാർത്ത അവനെ ഞെട്ടിച്ചു. അതെ, 6ാമത്തെ വിധിയും നടപ്പിലാക്കിയിരിക്കുന്നു. മുൻ MLA ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് എന്തോ ഒന്നിന് ഉത്തരം കിട്ടിയെന്ന പോലെ അവൻ മൊബൈൽ കയ്യിലെടുത്തു. ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തു: 29 ആഗസ്റ്റ് 1999 മലയാളം ഡെയിലി ന്യൂസ് പേപ്പർ. അതിൽ തെളിഞ്ഞ മാതൃഭൂമി പേപ്പറിൽ അവൻ കണ്ണോടിച്ചു. അതിൻ്റെ ഉൾപേജിൽ ഒരു കോണിലായി ചെറിയൊരു കളത്തിൽ എഴുതിയിരുന്ന വാർത്തയിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി. 6 വയസ്സുകാരിയുടെ കൊല, MLA നിരപരാധി. 6 വയസ്സുകാരിയെ മനസാക്ഷിയെ നടുക്കുവിധം അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന കേസിൽ MLA മോഹൻകുമാർ കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി അദ്ദേഹത്തെ നിരുപാധികം വിട്ടയച്ചു. ആ ന്യൂസ് വായിച്ച അവൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ നിലത്തേക്ക് പതിച്ചു. പെട്ടെന്ന് അരുണിന്റെ വാതിലിൽ ആരോ തുടർച്ചയായി മുട്ടാൻ തുടങ്ങി. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ അവൻ കണ്ടത് ഒരു കൂട്ടം പോലീസുകാർ കയ്യിൽ വിലങ്ങുമായി നിൽക്കുന്നതാണ്. മിസ്റ്റർ അരുൺ, യു ആർ അണ്ടർ അറസ്റ്റ്. MLAയുടെ കൊലപാതകത്തിന് നിങ്ങളാണ് ഉത്തരവാദി എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. ബഹളമുണ്ടാക്കാതെ കൂടെ വരുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, പോലീസുകാരിൽ ഒരാൾ അരുണിനോടായി പറഞ്ഞു. അരുൺ കുറച്ചുനേരം മൗനം പാലിച്ചു. ഞാൻ വരാം, അതിനു മുമ്പ് നിങ്ങൾ ഇതൊന്ന് കാണണം. അവൻ തൻ്റെ കയ്യിലിരുന്നിരുന്ന കവറും ചുവരിലുള്ള എഴുത്തും വന്ന പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തു. തങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അവർ ഫോണെടുത്ത് ആരെയോ വിളിച്ചു. മിസ്റ്റർ അരുൺ, നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണം. കമ്മീഷണർക്ക് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. അവൻ നൽകിയ തെളിവുകൾ പോലീസുകാർ കയ്യിലെടുത്തു. അരുൺ വാതിലടച്ച് അവർക്കൊപ്പം പുറത്തേക്കിറങ്ങി. ഇതെല്ലാം കണ്ടു നിന്നൊരു കറുത്ത രൂപം ചെടികൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. കമ്മീഷണർ ഓഫീസ്. മിസ്റ്റർ അരുൺ, വി ആർ റിയലി സോറി. താങ്കളുടെ നിരപരാധിത്വം ഞാൻ തിരിച്ചറിഞ്ഞില്ല. നോ പ്രോബ്ലം സാർ. സാറിൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെ കരുതൂ. ബട്ട് അരുൺ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, കൊലയാളി എന്തിനാണ് നിങ്ങളുടെ മുഖം ഉപയോഗിച്ചത്? അതിന് അരുൺ ചെറുതായി ഒന്ന് ചിരിച്ചു. അവൻ ഭയന്നു തുടങ്ങിയിരിക്കുന്നു സർ.
നമ്മൾ അവൻ്റെ അടുത്തെത്തിയെന്ന് അവൻ ഭയക്കുന്നു. അതിനു മുമ്പ് അവന് അവൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കണം. അതിന് അവന് സമയം ആവശ്യമാണ്. അതിനുവേണ്ടി അവൻ എൻ്റെ മുഖം ഉപയോഗിച്ച് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നാൽ അവന് പകരം മറ്റാരും ശിക്ഷിക്കപ്പെടരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവൻ ആ തെളിവുകൾ എൻ്റെ വീട്ടിൽ വച്ചത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട് എൻ്റെ പുറകെ പാഞ്ഞ സമയത്ത് അവൻ അവൻ്റെ അടുത്ത ഇരയെ കൊണ്ടുപോയിരിക്കണം. ബട്ട് അരുൺ, ആരാണ് ആ കൊലയാളി? എന്തിനാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നത്? അറിയില്ല സാർ. അരുൺ തല കുനിച്ചു. സർ, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? അവൻ ചോദ്യഭാവത്തിൽ കമ്മീഷണറെ നോക്കി. എന്താണെങ്കിലും പറഞ്ഞോളൂ. സർ, ഇതുവരെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഉണ്ടായിട്ടുള്ള കേസുകളുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. എത്രയും പെട്ടെന്ന്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ കൊന്ന കേസിൽ നിരപരാധിയാണ് എന്ന് കോടതി വിധിച്ച കേസുകൾ. വെയിറ്റ് മിസ്റ്റർ അരുൺ. അതും പറഞ്ഞ് കമ്മീഷണർ ആരെയോ ഫോൺ ചെയ്തു. അരമണിക്കൂറിന് ശേഷം കയ്യിൽ കുറച്ച് ഫയലുകളുമായി ഒരു പോലീസുകാരൻ ആ മുറിയിലേക്ക് വന്നു. അത് മേശപ്പുറത്ത് വെച്ച് അയാൾ നടന്നകന്നു. അരുൺ അതോരോന്നായി പരിശോധിക്കാൻ തുടങ്ങി. എന്തോ ഒന്ന് കണ്ടെത്തിയ പോലെ അവൻ എഴുന്നേറ്റു. എൻ്റെ ഊഹം ശരിയാണ് സാർ. കൊലയാളി ഒരു സൈക്കോ അല്ല. അയാളുടെ ഉള്ളിലുള്ളത് പ്രതികാരമാണ്. പ്രതികാരം മാത്രം. കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും ഓരോ പെൺകുട്ടികളുടെ ക്രൂരമായ മരണങ്ങൾക്ക് ഉത്തരവാദികളാണ്. കാമസുഖത്തിനു വേണ്ടി പെൺകുട്ടികളെ പിച്ചി ചീന്തിയവർ. തങ്ങളുടെ പണവും സ്വാധീനവും ഉപയോഗിച്ച് നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ. കൊലയാളി ആരു തന്നെ ആയാലും അയാൾക്ക് അയാൾ ചെയ്യുന്നത് ശരിയാണ്. അയാൾ നീതി നിഷേധിക്കപ്പെട്ടവനാണ്. ആരുടെയോ കാമസുഖത്തിനു വേണ്ടി സ്വന്തക്കാരെ ബലികൊടുക്കേണ്ടി വന്നവൻ. അത് ചിലപ്പോൾ അമ്മയെയാകാം, ഭാര്യയാകാം, സഹോദരിയാകാം, സുഹൃത്താകാം, അങ്ങനെ ആര് വേണമെങ്കിലും ആകാം. അവന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വിശ്വാസം ഇല്ലാതായിരിക്കുന്നു. അവന്റെ വിധി അവൻ തന്നെ നടപ്പിലാക്കുന്നു. ഇവിടെ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, അവൻ ആരാണെന്നുള്ള ഒരു തെളിവും അവൻ അവശേഷിപ്പിച്ചിട്ടില്ല. അവന്റെ കൊലയ്ക്കുള്ള കാരണങ്ങൾ അത് മാത്രമേ നമുക്കറിയൂ. കൊലയാളി നമുക്കൊപ്പം തന്നെയുണ്ട്. നമ്മളിൽ ഒരാളായി ഈ ആൾക്കൂട്ടത്തിൽ എവിടെയോ അവനുണ്ട്. നമ്മൾ അവനിലേക്ക് എത്തരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നു. കാരണം അവന് ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലി ഇനിയുമുണ്ട്. അരുണിന്റെ വാക്കുകൾ കമ്മീഷണർ ഭയത്തോടെ കേട്ടുനിന്നു. സർ, എനിക്ക് വേണ്ടി ഒന്നുകൂടി ചെയ്യണം. കുറച്ച് ബുദ്ധിമുട്ടാണെന്നറിയാം. നമ്മുടെ നാട്ടിൽ നടന്ന എല്ലാ പീഡന മരണങ്ങളുടെയും ഡീറ്റെയിൽസ് എനിക്ക് വേണം. പ്രത്യേകിച്ച് സമൂഹത്തിലെ ഉന്നതർ പ്രതികളായി ഉള്ളവ പ്രത്യേകം കൊണ്ടുവരണം. കമ്മീഷണർ ഉടൻ ആരെയോ വിളിച്ചു. മിസ്റ്റർ അരുൺ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ. അരുൺ അടുത്തുള്ള സോഫയിലേക്കിരുന്നു. ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ വലിയൊരു പേപ്പർ കൂമ്പാരം അവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. 4260 കേസ് ഫയൽ. അരുൺ ഒരു നിമിഷം ഞെട്ടി. അപ്പോഴേക്കും കമ്മീഷണറുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഫോൺ എടുത്ത് സംസാരിച്ച അയാൾ അത് താഴെ വയ്ക്കുമ്പോൾ അയാളുടെ മുഖം നിർവികാരമായിരുന്നു. അരുൺ, താങ്കളുടെ ഊഹം ശരിയാണ്. 7ാമത്തെ ആളും മിസ്സായിരിക്കുന്നു. കടവന്ത്ര SI ആയിരുന്ന സുധാകരൻ ഇന്നലെ രാത്രിയാണ് കാണാതായിരിക്കുന്നത്. എന്നാൽ ആ വാർത്ത കേട്ട അരുണിന്റെ മുഖത്ത് ഭാവവ്യത്യാസം ഒന്നും ഉണ്ടായില്ല. അത് കമ്മീഷണറെ അത്ഭുതപ്പെടുത്തി. മിസ്റ്റർ അരുൺ, നിങ്ങളെന്താണ് ഒന്നും മിണ്ടാത്തത്? അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു. അരുൺ ആ മേശമേൽ കൂട്ടിയിരുന്ന ഫയലുകളിലേക്ക് കൈ ചൂണ്ടി. അയാൾ തുടങ്ങിയിട്ടേയുള്ളൂ സാർ. ഒരു വേട്ടക്കാരൻ്റെ ലാഘവത്തോടെയുള്ള വേട്ട. ഈ 4260 കേസുകളിൽ ഒന്നിൽ ഇരയാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആ കൊലയാളിയുണ്ട്. അവന്റെ അടുത്ത ഇര ഈ കൂട്ടത്തിൽ ആരുമാകാം. ചുരുക്കി പറഞ്ഞാൽ ഈ 4260 കേസിലെയും പ്രതികളുടെ പേരും അവന്റെ ലിസ്റ്റിലുള്ള ഇരകളാണ്. അത് പറയുമ്പോൾ അരുണിന്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അരുൺ, ഇനിയും ഇത് ഇങ്ങനെ തുടർന്നാൽ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും മുന്നിൽ പോലീസ് നിസ്സഹായരായി നിൽക്കേണ്ടി വരും. അടുത്തൊരു കൊലപാതകം നടക്കുന്നതിന് മുമ്പ് ആ കൊലയാളിയെ കണ്ടെത്തിയിരിക്കണം. അവൻ ആരു തന്നെ ആയാലും ഇനി ഒരാൾ പോലും അവന്റെ ഇര ആകരുത്. എത്ര ഫോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, കമ്മീഷണർ പറഞ്ഞു നിർത്തി. സർ, ഞാൻ കൊലയാളിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഈ കേസിൽ എനിക്ക് മറ്റൊരാളുടെ സഹായം കൂടി ആവശ്യമാണ്.
ആരുടെ? കമ്മീഷണർ സംശയരൂപത്തിൽ അരുണിനെ നോക്കി. ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഈ കേസ് അന്വേഷണത്തിനായി വന്ന അർജുൻ. കേട്ടിടത്തോളം ആൾ ബ്രില്യൻ്റ് ആണ്. പോലീസ് തോറ്റ പല കേസുകളും അയാൾ അനായാസം കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കളയാൻ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് അയാളുടെ സഹായം നമുക്ക് വളരെ ആവശ്യമാണ്. അരുൺ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഓക്കെ അരുൺ, അർജുൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഞാൻ ആരോടെന്ന് വെച്ചാൽ സംസാരിക്കാം. അരുൺ ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടി. മിസ്റ്റർ അരുൺ, എന്താണ് നിങ്ങളുടെ അടുത്ത പ്ലാൻ? കമ്മീഷണർ സംശയരൂപത്തിൽ ചോദിച്ചു. സർ, എനിക്ക് 50 പേരുടെ ഒരു ടീം ഉടൻ വേണം. ഈ കേസ് ഫയലുകൾ എല്ലാം എത്രയും പെട്ടെന്ന് പരിശോധിക്കണം. ഇതിൽ നിന്ന് ഏറ്റവും ക്രൂരമായ മരണങ്ങൾ പ്രത്യേകം വേർതിരിക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ കുടുംബത്തിലുള്ളവരും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടവ. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം അവന്റെ വേട്ട സമൂഹത്തിലെ തിന്മകൾക്കെതിരാണ്. വെറും ഒരാളുടെ മരണമല്ല അവന്റെ ആ ലക്ഷ്യത്തിന് കാരണം. അതിനു പിന്നിൽ ക്രൂരമായ ഒരു നരവേട്ടയുടെ കഥ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. എത്രയും പെട്ടെന്ന് വേണം സാർ. നമുക്ക് കളയാൻ അധികം സമയമില്ല. അരുണിന്റെ കണ്ടെത്തലുകളും നിഗമനങ്ങളും ശരിയാണെന്ന് കമ്മീഷണർക്കും തോന്നി. മിസ്റ്റർ അരുൺ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം അരമണിക്കൂറിനുള്ളിൽ കിട്ടിയിരിക്കും. അരുൺ കമ്മീഷണറെ സല്യൂട്ട് ചെയ്ത് പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും അർജുൻ അവിടെ എത്തിയിരുന്നു. ഹലോ മിസ്റ്റർ അരുൺ. അർജുൻ അരുണിന് നേരെ കൈനീട്ടി. ഷേക്കാൻ നൽകിയ ശേഷം അർജുൻ അരുണിനൊപ്പം നടന്ന് കാറിലേക്ക് കയറി. വഴിയിൽ അവന്റെ കണ്ടെത്തലുകളും നിഗമനങ്ങളുമെല്ലാം അരുൺ അർജുനെ അറിയിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞ് മൗനമായിരുന്ന അർജുനെ അരുൺ സംശയത്തോടെ നോക്കി. അർജുൻ തന്റെ കയ്യിൽ നിന്ന് ഒരു ഫയൽ അരുണിന് നേരെ നീട്ടി. അത് കയ്യിൽ വാങ്ങി നോക്കിയ അരുണിന്റെ കണ്ണുകൾ വിടർന്നു. അർജുൻ തന്നേക്കാൾ മുൻപിലാണ്. അർജുൻ കൊടുത്ത ആ ഫയലിൽ അരുൺ കുറച്ചു മുമ്പ് കമ്മീഷണറോട് ആവശ്യപ്പെട്ട ആ ലിസ്റ്റായിരുന്നു. പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ വീട്ടുകാരും ക്രൂരമായി കൊല്ലപ്പെട്ട നരവേട്ടയുടെ ലിസ്റ്റ്. ആ ലിസ്റ്റിൽ 32 കേസുകളുടെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. അരുൺ, ഈ 32 കേസ് ഫയലുകളുടെ ഉള്ളിൽ എവിടെയോ കൊലയാളി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതിന്റെ ഓരോ മുക്കുമൂലയും നമ്മൾ അന്വേഷിക്കണം. യഥാർത്ഥ പ്രതികളുടെ സ്ഥാനത്ത് ശിക്ഷിക്കപ്പെട്ട നിരപരാധികൾ, കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവർ, അവരുടെ ബന്ധുക്കൾ, അങ്ങനെയെല്ലാം. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവൻ ഒറ്റയ്ക്കല്ല. അവനൊപ്പം മറ്റാരൊക്കെയോ ഉണ്ട്. 4260 പേരുടെ ആ ലിസ്റ്റിൽ ചിലർ മാത്രമല്ല അവന്റെ ലക്ഷ്യം. അതിലുള്ള മുഴുവൻ ആൾക്കാരും കൊല്ലപ്പെടും. അത് കൊലയാളിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. അവന്റെ കൂടെ വേറെയും ആളുകൾ ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. ഇനി വരുന്നത് ചിലപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം വളരെ വലുതാണ്. എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തിയില്ലെങ്കിൽ എന്തും സംഭവിക്കാം. അപ്പോഴേക്കും വണ്ടി നിന്നു. അരുണിന്റെ വീടിന് മുന്നിലായിരുന്നു അത് നിന്നത്. അരുൺ വെളിയിലേക്കിറങ്ങി. അരുൺ, ഏതു നിമിഷവും തയ്യാറായിരിക്കണം. എന്തേലുണ്ടെങ്കിൽ വിളിക്കണം. ഫോൺ ഓഫാക്കാതെ സൂക്ഷിക്കണം. എപ്പോൾ വിളിച്ചാലും കോൾ എടുക്കണം. അരുൺ എല്ലാത്തിനും ശരി എന്ന അർത്ഥത്തിൽ മൂളി. വീട്ടിലേക്ക് നടക്കുമ്പോൾ അരുണിന്റെ മനസ്സ് മുഴുവൻ സംശയങ്ങളാൽ നിറഞ്ഞിരുന്നു. അർജുൻ എന്തൊക്കെയോ തന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടെന്ന് അരുണിന് തോന്നി. അർജുന്റെ കയ്യിൽ വേറെന്തൊക്കെയോ തെളിവുകൾ കൂടി കിട്ടിയിട്ടുണ്ട്. അവന്റെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ കണ്ടുപിടിക്കും? അവന്റെ കണ്ണുകളിൽ അകാരണമായ ഒരു ഭയം തെളിഞ്ഞു കാണുന്നുണ്ട്. എന്തായിരിക്കും ആ ഭയത്തിന് കാരണം? അരുണിന്റെ മനസ്സ് സംഘർഷഭരിതമായി. അവൻ തന്റെ കയ്യിലിരുന്ന ആ ഫയലുകൾ താഴേക്ക് വെച്ചു. ആ ഫയലുകൾ ഓരോന്നായി അരുൺ കൈകളിലെടുത്തു. അതിലോരോന്നിലും കണ്ണോടിക്കുമ്പോൾ അരുണിന്റെ കണ്ണുകൾ നിറഞ്ഞു. മനസാക്ഷിയെ നടുക്കുന്ന തരത്തിലുള്ള നരവേട്ടകളായിരുന്നു അതിലെല്ലാം. ഫയലുകൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണുകളിലൂടെ ഒഴുകിയ കണ്ണുനീർ അവൻ തുടച്ചു മാറ്റി. ആ കൂട്ടത്തിൽ നിന്ന് അവൻ നോക്കി മാറ്റിവെച്ച ആ ഒരു ഫയൽ അവൻ കൈകളിലെടുത്തു. 4-5 വയസ്സുള്ള പെൺമക്കളെയും ഭാര്യയെയും ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നത് കാണേണ്ടി വന്ന ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരച്ഛന്റെ ഫയൽ. എന്നാൽ മറ്റുള്ള 31 കേസിൽ നിന്ന് ആ കേസ് വളരെ വ്യത്യസ്തമായിരുന്നു. മറ്റുള്ള കേസുകളിൽ ഉള്ള പോലെ പ്രതിയുടെ ശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല.
കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന ആ വഴിയിൽ അയാൾ രക്ഷപ്പെട്ടു. പിന്നീട് ഒരുപാട് തിരഞ്ഞുവെങ്കിലും അയാളെ കണ്ടെത്തിയിട്ടില്ല. കട്ടിയുള്ള മീശയും പുരികങ്ങളും, മുഖത്ത് വെട്ടേറ്റ ഉണങ്ങിയ പാടുകൾ, കണ്ടാൽ തന്നെ ഭയപ്പെടുന്നൊരു രൂപം. അരുൺ ആ ഫോട്ടോ നിലത്തേക്ക് വെച്ചു. കണ്ണെടുക്കാതെ അവൻ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിന്നു. ഇയാളെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ എവിടെ? അതിനു മാത്രം അവന്റെ മനസ്സിൽ ഉത്തരം ലഭിച്ചില്ല. ഇതേ സമയം അകലെയൊരു കുന്നിൻ ചെരുവിൽ ഇടിഞ്ഞു പൊളിയാറായ ഒരു ഷെഡ്. അവിടെ ഒരു ചെയറിൽ കെട്ടിയിട്ട നിലയിൽ SI സുധാകരൻ. ബോധം തെളിഞ്ഞ അയാൾ പതിയെ കണ്ണുകൾ തുറന്നു. ചെറിയ ചുവന്ന വെളിച്ചത്തിന്റെ അകമ്പടിയോടെ അയാളുടെ കണ്ണുകളിൽ തന്റെ മുന്നിൽ നിരന്നു നിൽക്കുന്ന 12 കറുത്ത രൂപങ്ങൾ തെളിഞ്ഞു. അയാൾ കണ്ണു തുറന്ന് തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആ 12 പേരെ നോക്കി. ആ മുറി മുഴുവൻ ചുവന്ന പ്രകാശത്തിൽ നിറഞ്ഞിരുന്നു. അത് ആ മുറിയുടെ ഭീകരത ഇരട്ടിയാക്കി. ചുവരിൽ അങ്ങിങ്ങായി തൂക്കിയിരുന്ന തലയോട്ടികൾ ആ ഭീകരതയ്ക്ക് വീണ്ടും മാറ്റുകൂട്ടി. ആരാ ആരാ നിങ്ങൾ? എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? ഒരു ഭ്രാന്തനെ പോലെ അയാൾ അലറിക്കരഞ്ഞു. അയാളുടെ ശബ്ദം ആ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ചു കേട്ടു. ആ കറുത്ത വസ്ത്രമണിഞ്ഞ രൂപങ്ങളിലേക്ക് അയാൾ സൂക്ഷിച്ചു നോക്കി. അവർ എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരിയായിരുന്നു. നിങ്ങൾ ആരാണ്? അയാൾ വീണ്ടും ചോദിച്ചു. ഞങ്ങൾ ഞങ്ങൾ വേട്ടക്കാർ. കുരുന്നുകളെ കൊന്നൊടുക്കുന്ന നിന്നെ പോലെയുള്ള ക്രൂരമൃഗങ്ങളെ വേട്ടയാടാൻ വന്നവർ. സൂക്ഷിച്ചു നോക്കണ്ട, ഞങ്ങളിൽ ആരെയും നിനക്കറിയില്ല. നിനക്കറിയാവുന്ന ഒരാളെ ഞാൻ കാണിക്കാം. അതും പറഞ്ഞ് അവരിൽ ഒരാൾ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കയ്യിലെടുത്തു. ഇവിടെ നിനക്കറിയാമോ? അയാൾ ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. അയാളുടെ ചുണ്ടുകൾ വിറച്ചു. അയാളുടെ ശരീരം വിയർത്തൊഴുകാൻ തുടങ്ങി. ഓർമ്മ കാണില്ല അല്ലേ? ദിവസവും ഇതുപോലെ ഓരോന്ന്. അപ്പോൾ എങ്ങനെ ഓർമ്മ കാണാനാ? ഞാൻ ഓർമ്മിപ്പിക്കാം, ആ യുവാവ് ദേഷ്യത്തോടെ പറഞ്ഞു. നിനക്ക് ഓർമ്മയുണ്ടോ രാമപുരം? ആ നാട്ടിലെ സുകന്യ, നിന്റെ തിന്മകൾക്കെതിരെ പോരാടിയ ചുണയുള്ള ആ പെണ്ണിനെ? നിന്റെ ഭീഷണിക്ക് വഴങ്ങാതായപ്പോൾ നീ ജീവനോടെ ചുട്ടരിച്ച ആ കുടുംബം. 5 വയസ്സുള്ള അവരുടെ മകളുടെ ശരീരത്തെ പോലും നിന്റെ കാമവെറി പൂണ്ട കഴുകൻ കണ്ണുകൾ വേട്ടയാടി കൊന്നില്ലേ? നിന്റെ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് നീ അതിനെ അപകടമരണമാക്കി. അന്ന് നീ ഓർത്തില്ല, നീ ബാക്കി വെച്ചൊരു വിത്ത് നിന്നെ തേടി വരുമെന്ന്. വിഷ്ണു. മുന്നിൽ നിന്ന ആ യുവാവിന്റെ വിളി കേട്ട് ആ കൂട്ടത്തിൽ നിന്ന് മറ്റൊരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു. ഇത് വിഷ്ണു, സുകന്യയുടെ മകൻ. നിന്റെ ക്രൂരതയിൽ നിന്ന് നിന്നോട് പകരം വീട്ടാൻ ദൈവം ബാക്കി വെച്ചവൻ. അന്ന് നീ സൃഷ്ടിച്ച തീയിൽ നിന്ന് ദൈവം രക്ഷിച്ചവൻ. നിന്റെ ജീവൻ ഇവന്റെ മാത്രം അവകാശമാണ്. അതും പറഞ്ഞ് ആ യുവാവ് വിഷ്ണുവിന് നേരെ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി നീട്ടി. അവൻ കത്തിയുമായി അയാൾക്ക് നേരെ അടുത്തു. അയാളുടെ മുഖത്ത് ഭയം നിറഞ്ഞിരുന്നു. അയാൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. അയാൾ അലറിക്കരഞ്ഞു. അയാളുടെ നിലവിളികൾ അവന്റെ മുഖത്തെ സന്തോഷം കൂട്ടി. വിളിക്കേ ഉറക്കെ, ഉറക്കെ നിലവിളിക്ക്. അന്ന് എൻ്റെ അമ്മ ഇതിനേക്കാൾ ഉച്ചത്തിൽ നിലവിളിച്ചില്ലേ? എന്നിട്ട് നീ കേട്ടോ? എൻ്റെ കുഞ്ഞനുജത്തിയുടെ കരച്ചിൽ, അത് നീ കേട്ടോ? അതും പറഞ്ഞ് അവൻ അയാൾക്ക് നേരെ തന്റെ കത്തി പായിച്ചു. അടുത്ത നിമിഷം അയാളുടെ പുരുഷത്വം നിലത്തേക്കറ്റു വീണു. അയാൾ വേദന കൊണ്ട് ഉറക്കെ നിലവിളിച്ചു. ആ ചെറുപ്പക്കാരൻ അയാളുടെ വേദന ആവോളം ആസ്വദിച്ചു. അടുത്ത നിമിഷം അയാളുടെ ഹൃദയഭാഗത്തേക്ക് ആ കത്തി ആഴ്ന്നിറങ്ങി. അയാളുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പിടഞ്ഞ് വേർതിരിയുന്നത് അവൻ കൺകുളിർക്കെ കണ്ടു. അടുത്ത ദിവസം രാവിലെ കമ്മീഷണർ ഓഫീസ്. മിസ്റ്റർ അർജുൻ, എന്താണ് സംഭവിക്കുന്നത്? ഒരു പോലീസുകാരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. തെളിവുകൾ ഒരുപാട് ലഭിച്ചിട്ടും കൊലയാളിയെ ഒന്ന് തടയാൻ പോലും നമുക്ക് കഴിയുന്നില്ല. പോലീസ് വീണ്ടും നോക്കുകുത്തിയാകുന്ന കാഴ്ച ഇനിയും കണ്ടു നിൽക്കണോ ഞാൻ? അർജുൻ എവിടെ? കമ്മീഷണർ അരുണിനോടായി തിരക്കി. വിളിച്ചിട്ടുണ്ട് സാർ, ഉടനെത്തും, അരുൺ പറഞ്ഞു. മിസ്റ്റർ അരുൺ, എന്തെങ്കിലും നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാനുണ്ടോ? കമ്മീഷണർ ദേഷ്യത്തോടെ ചോദിച്ചു. ഉണ്ട് സാർ, അരുൺ മുന്നോട്ട് വന്ന് പറഞ്ഞു. ഇനി ഒരാളെയും കൊലയാളി കൊല്ലില്ല. അയാൾ ആരായാലും ഒറ്റയ്ക്കല്ല സാർ, അവർ ഒന്നിൽ കൂടുതൽ ആളുണ്ട്. ഇത് അരുണിന്റെ വാക്കാണ്.
ഇനി ഒരാളെ കൊല്ലുന്നതിന് മുമ്പ് ആ കൊലയാളിയെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അവന്റെ ആ വാക്കുകൾ ഉറച്ചതായിരുന്നു. ഇതേ സമയം സിറ്റിയുടെ ഒഴിഞ്ഞ പ്രദേശത്തുകൂടി വലിയൊരു കറുത്ത വാൻ ആ പഴയ കെട്ടിടത്തെ ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞു. കമ്മീഷണർ ഓഫീസിലെ ഫോൺ തുടർച്ചയായി ബെല്ലടിക്കാൻ തുടങ്ങി. കമ്മീഷണർ ആ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. എന്ത്? എന്താണീ സംഭവിക്കുന്നത്? അയാൾ ആ ഫോണ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. അത് അരുണിന്റെ കോളായിരുന്നു. അവൻ പറഞ്ഞ വാക്കുകൾ കമ്മീഷണറുടെ ഹൃദയത്തിൽ പെരുമ്പറ പോലെ മുഴങ്ങിക്കേട്ടു. സിറ്റിയിൽ നിന്ന് പട്ടാപ്പകൽ 12 പേരെ കാണാതായിരിക്കുന്നു. ഇത്രയും പോലീസുകാർ സിറ്റിയിലുള്ളപ്പോൾ അവർക്കിടയിൽ നിന്ന് എങ്ങനെയാണ് അവൻ രക്ഷപ്പെട്ടത്? അവൻ ആരാണ്? അപ്പോഴേക്കും അരുൺ കമ്മീഷണർ ഓഫീസിലേക്ക് എത്തിയിരുന്നു. അവൻ ആ മുറിയിലേക്ക് വേഗത്തിൽ കയറി വന്നു. മിസ്റ്റർ അരുൺ, എന്താണ് സംഭവിക്കുന്നത്? അയാൾ വിറയലോടെ ചോദിച്ചു. അവൻ ശരിക്കുള്ള വേട്ട തുടങ്ങിക്കഴിഞ്ഞു സാർ. നമ്മൾ അവനടുത്തെത്തിയെന്ന് അവൻ ഭയന്നു തുടങ്ങിയിരിക്കുന്നു. അവൻ തന്റെ ജോലി വേഗത്തിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. 12 പേരെയാണ് ഒറ്റ ദിവസം തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. ഈ വാർത്ത ഒരു കാരണവശാലും മീഡിയ അറിയരുത്. ഇന്ന് രാത്രിക്ക് മുമ്പ് അവനെ കണ്ടെത്തിയില്ലെങ്കിൽ ആ 12 പേരും മൃഗീയമായി കൊല്ലപ്പെടും. അവരുടെ ജീവനും മരണത്തിനുമിടയിലെ നമുക്കുള്ള സമയം വെറും 12 മണിക്കൂർ മാത്രം. അതിനുള്ളിൽ അവരെ കണ്ടെത്തിയില്ലെങ്കിൽ നാളത്തെ പ്രഭാതം ഉണരുന്നത് 12 മരണത്തിന്റെ കണക്കുമായിട്ടായിരിക്കും. അവന്റെ ചുണ്ടുകൾ വിറച്ചു. അരുണിന്റെ ആ വാക്കുകൾ കമ്മീഷണറുടെ ഭയത്തെ ഇരട്ടിയാക്കി. അയാൾ കസേരയിലേക്ക് തളർന്നിരുന്നു. ഇത്രനാളും വിജയം അവനൊപ്പമായിരുന്നു. എന്നാൽ ഇനി അവൻ തോൽക്കാൻ തുടങ്ങുന്നു. അരുണിന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. കൊലയാളിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. തന്റെ പോലീസ് ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനൊരു കേസ്. ഇല്ല, ഈ അരുൺ തോക്കില്ല. അരുണിന്റെ മനസ്സിൽ ആ തീരുമാനം ഉറച്ചതായിരുന്നു. 12 പേരുമായി പാഞ്ഞ ആ വാഹനം സിറ്റിയിൽ നിന്ന് ഒരു ഇടവഴിയിലേക്ക് കയറി. ആ കാട്ടുവഴിയെ ആ വാഹനം കുതിച്ചു പാഞ്ഞു. കുന്നിൻ മുകളിലെ ആ പഴയ കെട്ടിടത്തിന് മുന്നിലായി ആ വാഹനം നിന്നു. അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് കറുത്ത കുപ്പായമണിഞ്ഞ ഒരു രൂപം താഴേക്കിറങ്ങി. ശേഷം പുറകിലെ വാതിൽ തുറന്ന് മറ്റുള്ളവരും പുറത്തിറങ്ങി. അവർ വണ്ടിക്കുള്ളിൽ നിന്ന് ബോധമില്ലാതെ കിടക്കുന്ന ഓരോ ഇരകളെയായി പുറത്തേക്കെടുത്തു. അവരെ അവർ ആ കെട്ടിടത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. ശേഷം അവരുടെ കൈകാലുകൾ ബന്ധിച്ച് അവരെ മുകളിലെ നീണ്ട ഒരു കമ്പിയിൽ കെട്ടിയിട്ടു. ബോധമില്ലാതെ കിടക്കുന്ന അവരുടെ മുഖത്തേക്ക് ആ യുവാക്കൾ ദേഷ്യത്തോടെ നോക്കി. ശേഷം അവർ അവിടെ ഒരുക്കിയിരുന്ന മേശയുടെ ചുറ്റുമായി ഒത്തുകൂടി. കുറച്ചു സമയം കഴിഞ്ഞ് കമ്മീഷണർ ഓഫീസിൽ. മിസ്റ്റർ അരുൺ, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ആ 12 പേരും രക്ഷപ്പെട്ടിരിക്കണം. കൊലയാളികൾ ആര് തന്നെ ആയാലും അവർ ഇനി രക്ഷപ്പെടാൻ പാടില്ല. അരുണും അർജുനും കമ്മീഷണറുടെ വാക്കുകൾക്ക് സമ്മതം മൂളി അവിടെ നിന്ന് വെളിയിലേക്കിറങ്ങി. പുറത്തിറങ്ങിയ അരുണും അർജുനും മുഖത്തോട് മുഖം നോക്കി. എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുക? അർജുന്റെ ആ ചോദ്യത്തിന് മൗനമായിരുന്നു അരുണിന്റെ മറുപടി. അവൻ മറുപടിയൊന്നും പറയാതെ ജീപ്പിനടുത്തേക്ക് നടന്നു. ജീപ്പിൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയ അരുൺ അർജുനോട് വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞു. അർജുൻ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ജീപ്പിനുള്ളിലേക്ക് കയറി. അർജുൻ കയറിയതും ജീപ്പ് അവിടെ നിന്ന് മുന്നോട്ട് പാഞ്ഞു. എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? അർജുൻ അരുണിനോടായി തിരക്കി. നാദമംഗലം കാട്. അരുണിന്റെ ഉത്തരം കേട്ട അർജുൻ ഒരു നിമിഷം ഞെട്ടി. നാദമംഗലം? അർജുന്റെ ചെവികളിൽ ആ പേര് മുഴങ്ങിക്കൊണ്ടിരുന്നു. അവന്റെ കണ്ണുകളിൽ അകാരണമായ ഒരു ഭയം നിറഞ്ഞു. അവിടെ പോയ ആരും ഇതുവരെ ജീവനോട് തിരിച്ചു വന്നിട്ടില്ല. പുറംലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത, മനുഷ്യന്മാരെ പോലും ഭക്ഷണമാക്കുന്ന നരഭോജികളായ മനുഷ്യരുടെ കാട്, ഘോരവനം. അവിടെ എന്താ? അർജുൻ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ചോദിച്ചു. അവിടെയാണ് അവനുള്ളത്, നമ്മൾ തേടുന്നവൻ. നാദമംഗലം കാടിന്റെ അതിർത്തിയിലെ കുന്നിൻ മുകളിലെ ആ പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവ്, അതാണ് അവന്റെ താവളം. അത് നിനക്കെങ്ങനെ അറിയാം? അർജുൻ കൗതുകത്തോടെ ചോദിച്ചു. അതിനുത്തരമായി അരുൺ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അർജുന് പേടിയുണ്ടോ? അരുൺ ചോദിച്ചു. അർജുന്റെ തല ചെറുതായി ഒന്ന് കുനിഞ്ഞു. അർജുൻ, ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഈ സമയം നമ്മൾ പേടിച്ചിരുന്നാൽ നഷ്ടമാകുന്നത് 12 ജീവനാണ്.
അതോടൊപ്പം മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മേലിലുള്ള ജനങ്ങളുടെ വിശ്വാസം. നമ്മുടെ ശരീരത്തിലുള്ള ഈ കാക്കി അതൊരു വസ്ത്രമല്ല, ജനങ്ങളുടെ വിശ്വാസമാണ്. അതിനുവേണ്ടി നമ്മുടെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നാലും നമ്മൾ തളർന്നു പോകരുത്. അവസാന ശ്വാസം വരെ പോരാടണം. അർജുന് എന്റെ കൂടെ വരാൻ ഇനിയും ഭയമാണെങ്കിൽ താങ്കൾക്ക് ഇവിടെ ഇറങ്ങാം. ഞാൻ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കില്ല. അരുണിന്റെ ആ വാക്കുകൾ ഉറച്ചതായിരുന്നു. ഞാനും ഉണ്ട്. അർജുൻ ആത്മവിശ്വാസത്തോടെ അത് പറയുമ്പോൾ അരുണിന്റെ മുഖത്തൊരു ചിരി തെളിഞ്ഞു. ആ വാഹനം മുന്നോട്ട് കുതിച്ചു പാഞ്ഞു. സിറ്റിയുടെ വിസ്താരമേറിയ റോഡിൽ നിന്ന് കാട്ടിലേക്ക് കടക്കുന്ന ഇടവഴിയിലേക്ക് ദിശ മാറി. കാട്ടുവഴികൾ താണ്ടി മുന്നോട്ട് കുതിച്ചു പാഞ്ഞു. പെട്ടെന്ന് സഡൻ ബ്രേക്കോടുകൂടി ആ വാഹനം നിന്നു. അരുണും അർജുനും മുന്നോട്ട് നോക്കി. വഴി അവസാനിച്ചിരിക്കുന്നു. തങ്ങൾക്ക് മുന്നിൽ ഇനിയുള്ളത് ഇരുട്ട് നിറഞ്ഞ ഘോരവനമാണ്. നട്ടുച്ച സമയത്ത് പോലും സൂര്യപ്രകാശം കടന്നു വരാത്ത നിലയിൽ ഇടതൂർന്ന് വളരുന്ന മരങ്ങൾ. അർജുൻ സംശയത്തോടെ അരുണിനെ നോക്കി. വണ്ടി മുന്നോട്ട് പോകില്ല. ഈ വനത്തിന്റെ മറ്റേതോ ഒരു കോണിൽ ആ കുന്നിൻ മുകളിലേക്കുള്ള വാഹനം പോകുന്ന പാതയുണ്ട്. പക്ഷേ അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സമയമില്ല. ഇനി നമ്മൾ നടക്കണം. എത്ര വേഗത്തിൽ നടക്കാൻ കഴിയോ അത്രയും വേഗം. രാത്രിയാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ മുന്നിൽ സമയം വളരെ കുറവാണ്. അതും പറഞ്ഞ് അരുൺ വണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അർജുനും അവനെ അനുഗമിച്ചു. മുന്നോട്ടുള്ള ഓരോ ചുവടിലും പ്രകാശത്തിന്റെ കണികകൾ മങ്ങിത്തുടങ്ങി. അവസാന കണികയും നശിച്ചതോടെ അവർ കയ്യിൽ കരുതിയിരുന്ന ടോർച്ച് ലൈറ്റുകൾ പുറത്തെടുത്തു. അതിന്റെ ചെറിയ പ്രകാശത്തിൽ അവർ മുന്നോട്ടേക്ക് ചുവടുകൾ വച്ചു. പെട്ടെന്ന് അരുൺ ഒരു നിമിഷം നിന്നു. തങ്ങൾക്കൊപ്പം മറ്റാരോ ഉണ്ടെന്ന് അവന് തോന്നി. അർജുൻ, അവൻ പതിയെ വിളിച്ചു. അവന്റെ വിളി കേട്ട് അർജുൻ നിന്നു. അർജുൻ എന്താ എന്ന അർത്ഥത്തിൽ അവനെ നോക്കി. നമ്മുടെ പുറകെ ആരോ ഉണ്ട്. അരുൺ അത് പറഞ്ഞു തീരുന്നതിന് മുൻപ് പുറകിൽ നിന്ന് തലയിൽ ശക്തമായ അടിയേറ്റ് അരുണും അർജുനും നിലത്തേക്ക് വീണു. അടുത്ത ദിവസം കമ്മീഷണർ ഓഫീസ്. ഉള്ളിൽ വളരെയധികം ടെൻഷനോടെ ഇരിക്കുന്ന കമ്മീഷണർ പെട്ടെന്ന് പുറത്തൊരു വാഹനത്തിന്റെ ശബ്ദം കേട്ട് അദ്ദേഹം വെളിയിലേക്ക് ചെന്നു. അതിൽ നിന്ന് തലയിലും ശരീരത്തിലുമെല്ലാം മുറിവുകളോടെ അരുണും അർജുനും പുറത്തേക്കിറങ്ങി. അവർക്ക് പിന്നാലെ ഇറങ്ങുന്ന കടത്തപ്പെട്ട 12 പേരെ കണ്ട കമ്മീഷണറുടെ കണ്ണുകൾ വിടർന്നു. പെട്ടെന്നാണ് കമ്മീഷണർ ആ കാഴ്ച കണ്ടത്. ആ 12 പേരുടെയും പുരുഷത്വം വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നു. പാന്റിന്റെ മുൻഭാഗത്ത് നിന്ന് രക്തം ഒഴുകുകയാണ്. അയാൾ ഭയത്തോടെ അവർക്ക് നേരെ ഓടിയെടുത്തു. അരുൺ, അർജുൻ, എവിടെ എവിടെ അവൻ? കൊലയാളി എവിടെ? അയാൾ ഭയത്തോടെ ചോദിച്ചു. അവൻ രക്ഷപ്പെട്ടു സർ. അർജുന്റെ തല കുനിഞ്ഞു. അവരുടെ വാക്കുകൾ കേട്ട് കമ്മീഷണർ ഞെട്ടി. വാട്ട്? എന്താ അർജുൻ ഈ പറയുന്നത്? കൊലയാളി രക്ഷപ്പെട്ടെന്നോ? അതെ സാർ, സത്യമാണ്, അരുൺ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഞങ്ങൾ തോറ്റുപോയി സർ. അരുണിന്റെ ജീവിതത്തിൽ ആദ്യമായി തോറ്റ കേസ്. അവന്റെ തല കുനിഞ്ഞു. എത്ര ഈസി ആയിട്ടാണ് നിങ്ങളിത് പറയുന്നത്. ഇതിന്റെ വരും വരായികകൾ എന്തൊക്കെയായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു. അറിയാം സാർ. നിങ്ങൾ അതിനുവേണ്ടി ബുദ്ധിമുട്ടേണ്ടതില്ല. തോറ്റുപോയ ഞങ്ങളിനി ഈ ജോലിക്ക് അർഹരല്ല. അതും പറഞ്ഞ് അർജുനും അരുണും തങ്ങളുടെ തൊപ്പികൾ ഊരി അയാളുടെ കൈകളിൽ ഏൽപ്പിച്ചു. തിരിഞ്ഞു നടക്കുമ്പോൾ അവരുടെ ചുണ്ടുകളിൽ ചെറുതായി പുഞ്ചിരി തെളിഞ്ഞിരുന്നു. തിരിഞ്ഞു നടക്കവേ അരുണും അർജുനും പരസ്പരം മുഖത്തേക്ക് നോക്കി. അവരുടെ മുഖത്ത് തെളിഞ്ഞ പുഞ്ചിരി അവരുടെ ഓർമ്മകളെ കുറച്ച് പുറകിലേക്ക് കൊണ്ടുപോയി. തലേ ദിവസത്തെ സംഭവങ്ങൾ അവരുടെ മനസ്സിൽ തെളിഞ്ഞു. തലയിൽ അടിയേറ്റ് നിലത്തേക്ക് വീണവർ കണ്ണു തുറക്കുമ്പോൾ ഇരുട്ട് നിറഞ്ഞൊരു മുറിയിലായിരുന്നു. അവരുടെ കൈകാലുകളൊക്കെ ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. കുതറി എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് അതിന് കഴിഞ്ഞില്ല. അവർക്ക് മുന്നിൽ കറുത്ത വസ്ത്രമണിഞ്ഞ 12 പേർ അണിനിരന്നപ്പോഴാണ് തങ്ങൾ കുന്നിൻ മുകളിലെ ആ കെട്ടിടത്തിലാണെന്ന് അവർക്ക് ബോധ്യമായത്. നിങ്ങൾ ആരാണ്? അരുണും അർജുനും ഒരേ സ്വരത്തിൽ അവരോട് ചോദിച്ചു. ആ ചോദ്യത്തിന് അവരുടെ കൂട്ടത്തിൽ ഒരാൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഞങ്ങൾ വേട്ടക്കാർ, ആ രൂപം ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. നിങ്ങളുടെ വേട്ട അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്, അർജുൻ ദേഷ്യത്തോടെ പറഞ്ഞു. നിങ്ങൾക്കതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? കഴിയും.
അതിന് പരിഹാസം നിറഞ്ഞൊരു ചിരിയായിരുന്നു ആ രൂപങ്ങൾ മറുപടിയായി നൽകിയത്. നിങ്ങൾ ആരാണ്? അരുൺ വീണ്ടും ചോദിച്ചു. നിനക്കറിയണമല്ലേ ഞങ്ങൾ ആരാണെന്ന്? പറയാം, പറഞ്ഞു തരാം നിനക്ക്. ദേ ഈ കിടക്കുന്നില്ലേ? അവർ ബോധമറ്റ് കിടക്കുന്ന ആ 12 പേർക്ക് നേരെ വിരൽ ചൂണ്ടി. ഇവന്മാരെ പോലെ ഉള്ളവരാൽ എല്ലാം നഷ്ടമായവരാണ് ഞങ്ങൾ. സ്വന്തമായി ഉണ്ടായിരുന്ന എല്ലാം നഷ്ടമായി തനിച്ചാക്കപ്പെട്ടവർ. ഇതും പറഞ്ഞ് ആ 12 രൂപങ്ങളും തങ്ങളുടെ മുഖത്തു നിന്ന് ആ കറുത്ത തുണി ഊരിമാറ്റി. അരുണും അർജുനും ആ മുഖങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതെ, തങ്ങളുടെ നിഗമനങ്ങൾ ശരിയായിരുന്നു. ആ 12 മുഖങ്ങളും അരുണിന്റെ കയ്യിലുണ്ടായിരുന്ന ലിസ്റ്റിലുള്ളവർ തന്നെയായിരുന്നു. നീ ബുദ്ധിമാനാണ് അരുൺ. എനിക്കറിയാം ഇതിനു മുമ്പ് തന്നെ നീ ഞങ്ങളിലേക്ക് എത്തിയിരുന്നു എന്ന്. പക്ഷേ നിന്നെ ഞങ്ങൾ നിസ്സാരമായി കണ്ടു. നീയും ഇവനും ചേർന്ന് ഞങ്ങളെ ഇവിടെ തേടിയെത്തുമെന്ന് ഞങ്ങൾ കരുതിയില്ല. എങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത്? ഞങ്ങൾ ഇവിടെയാണ് ഉള്ളതെന്ന് നിങ്ങളെങ്ങനെ തിരിച്ചറിഞ്ഞു? അതിനു മറുപടിയായി അരുൺ ഒന്ന് ചിരിച്ചു. പറയാം, നിങ്ങൾക്കറിയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് വിളിക്ക് നിങ്ങളുടെ കൂട്ടത്തിലെ 13-ാമനെ. അരുൺ ദേഷ്യത്തോടെ പറഞ്ഞു. 13ഓ? നീ എന്താ അരുൺ ഈ പറയുന്നത്? അർജുൻ അത്ഭുതത്തോടെ ചോദിച്ചു. മതിയാക്ക് അർജുൻ നിന്റെ ഈ അഭിനയം. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഈ അരുൺ നിന്നെയും കൂട്ടി ഇവിടെ വന്നത്. അരുൺ ദേഷ്യത്തോടെ അത് പറയുമ്പോൾ അർജുന്റെ മുഖഭാവം മാറാൻ തുടങ്ങി. പതിയെ അവന്റെ മുഖത്തെ ഭയത്തിന്റെ രൂപം മാറി. അവിടെ ഒരു പുഞ്ചിരി രൂപപ്പെട്ടു. അപ്പോൾ നീയെല്ലാം അറിഞ്ഞു അല്ലേ? അർജുൻ ഒരു പൊട്ടിച്ചിരിയോടെ ചോദിച്ചു. അർജുന്റെ ശരീരത്തിൽ നിന്ന് കെട്ടുകൾ അഴിച്ചു മാറ്റപ്പെട്ടു. അവൻ അരുണിന്റെ മുൻപിലായി വന്നു നിന്നു. ഞാൻ കരുതിയതിലും മിടുക്കനാണ് അരുൺ നീ. എങ്ങനെയാണ് നീ എന്നെ തിരിച്ചറിഞ്ഞത്? അർജുൻ കൗതുകത്തോടെ ചോദിച്ചു. കേസിന്റെ തുടക്കം മുതൽ തന്നെ കൂടെ നിന്ന് വഴിതെറ്റിക്കുന്ന ഒരു സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു അർജുൻ. ആരെയാണ് സംശയിക്കേണ്ടതെന്ന് എനിക്കപ്പോൾ അറിയില്ലായിരുന്നു. എന്നാൽ ആ ലിസ്റ്റ് എൻ്റെ കയ്യിൽ തന്ന ദിവസം നീ എന്താണ് കരുതിയത്? നീ തരുന്ന ആ ഫയൽ ഞാൻ വെള്ളം തൊടാതെ വിഴുങ്ങുമെന്നോ? അതിന് അരുൺ മണ്ടനല്ല. അന്ന് ആ മുഴുവൻ ഫയലുകളും വീണ്ടും പരിശോധിച്ച ആ ദിവസം, അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു നിന്നെ. ആ കൂട്ടത്തിലെ ഏറ്റവും ക്രൂരമായ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നവൻ. ഒരു അനാഥാലയത്തിൽ വളർന്ന നീ വീണ്ടും അനാഥനായ ആ ദിവസം. അന്നത്തെ മന്ത്രിയുടെയും കൂടെ ഉണ്ടായിരുന്നവരുടെയും ക്രൂരതയിൽ കൂടപ്പിറപ്പായി കരുതിയിരുന്ന പെൺകുട്ടികൾ കൺമുന്നിൽ പിച്ചി ചീന്തപ്പെട്ടത് കണ്ടു നിൽക്കേണ്ടി വന്നവൻ. സ്വന്തം അമ്മയായി നീ കണ്ടിരുന്ന കന്യാസ്ത്രീകൾ വെന്തെരിഞ്ഞത് കാണേണ്ടി വന്നവൻ. അന്ന് ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക ജീവൻ. ഭയന്നു വിറച്ച് ഒരു വൈദികന്റെ പുറകിൽ ഒളിഞ്ഞു നിൽക്കുന്ന ആ കുട്ടിയുടെ മുഖം നിന്റേതാണെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് നിന്റെ വണ്ടിയിൽ കയറിയ ആ ദിവസം, നിന്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണ പേഴ്സിൽ മറ്റാരും കാണാതെ നീ ഒളിപ്പിച്ച നിന്റെ ആ ബാല്യകാലം ഞാൻ കണ്ടെടുത്തു. അവിടെ മുതലാണ് അർജുൻ നീ പിടിക്കപ്പെടാൻ തുടങ്ങിയത്. എന്നാൽ ഇതൊന്നും അറിയാതെ എൻ്റെ മുന്നിൽ നീ നന്നായി അഭിനയിച്ചു. നിന്നിലേക്ക് ഞാൻ അടുത്തു എന്ന് തോന്നിയ നീ എന്നെ പിന്തിരിപ്പിക്കാൻ പല ശ്രമങ്ങളും നടത്തി. അതിൽ അവസാനത്തേതായിരുന്നു നാദമംഗലം കാടിനെ പറ്റി നീ ഉണ്ടാക്കിയ ഭയപ്പെടുത്തുന്ന കെട്ടുകഥ. നിന്റെ കഥ കേട്ട് ഞാൻ പേടിച്ച് പിന്മാറുമെന്ന് കരുതിയ നിനക്ക് അവിടെയും തെറ്റി. ഇനി നിനക്ക് എന്താണ് അറിയേണ്ടത്? ഞാനെങ്ങനെ ഈ സ്ഥലം കണ്ടെത്തി എന്നല്ലേ? നീയാണ് ഇവരുടെ നേതാവെന്ന് അറിഞ്ഞ ദിവസം മുതൽ നിന്റെ ഫോൺ എൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. അതിൽ നിന്ന് നീ പലവട്ടം ഇവിടെ വന്നു പോയതിൻ്റെ തെളിവുകൾ കിട്ടി. ആൾവാസമില്ലാത്ത ഈ കാട്ടിൽ നിനക്കെന്താണ് ജോലിയെന്ന് ചിന്തിച്ചെനിക്ക് അത് കണ്ടെത്താൻ അധിക സമയം വേണ്ടിയിരുന്നില്ല. വെൽഡൺ മിസ്റ്റർ അരുൺ. ഞാൻ കരുതിയേലും ഒരുപാട് മുന്നിലാണ് നീ. ഇനി നിനക്ക് എന്താണ് വേണ്ടത്? ഞങ്ങൾ നിനക്ക് മുന്നിൽ കീഴടങ്ങണോ? അർജുൻ പരിഹാസത്തോടെ ചോദിച്ചു. വേണ്ട. അരുണിന്റെ ആ ഉത്തരം അർജുൻ ഞെട്ടലോടെയാണ് കേട്ടത്. ഈ വേട്ട തുടരണം, പിച്ചി ചീന്തപ്പെട്ട കുരുന്നുകൾക്കായി. ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിയും പിച്ചി ചീന്തപ്പെടാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഇതല്ല അതിനുള്ള വഴി. മരണം ഇവനെ പോലെയുള്ളവർക്ക് ഒരു രക്ഷപ്പെടലാണ്. അത് പാടില്ല. ഇവനൊക്കെ ജീവിക്കണം, ഈ ഭൂമിയിൽ നരകിച്ച് ജീവിക്കണം, പുരുഷത്വമില്ലാതെ. ഓരോ പെൺകുട്ടിയും അറിഞ്ഞ വേദന ഓർത്തോർത്ത് നീറി ഇവർ ജീവിച്ചു തീർക്കണം.
അതാണ് ഇവർക്ക് കൊടുക്കേണ്ട ശിക്ഷ. നിങ്ങളുടെ ഈ വേട്ട തുടരണം. പക്ഷേ ഇനി ഒരാളും കൊല്ലപ്പെടരുത്. ഇത് അരുൺ ആദ്യമായി ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ തോൽക്കുന്ന കേസാണ്. എന്നാൽ സ്വന്തം മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ തന്നെയാണ് വിജയി. ഇന്നത്തോടെ അരുൺ ഈ കേസ് ഒഴിയുകയാണ്. ഈ തൊപ്പി ഞാൻ ഊരിവെക്കുന്നു. ഇനിയൊരു പുതിയ ഓഫീസർ വന്ന് ഇതെല്ലാം കണ്ടുപിടിച്ച് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതിന് ഒരുപാട് സമയമെടുക്കും. അതിനു മുമ്പ് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലിയുണ്ട്. അർജുൻ, നമ്മൾ രണ്ടുപേരും ഇന്ന് ഈ കേസ് ഒഴിയുന്നു. ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ ഇത് നമ്മുടെ തോൽവിയായിരിക്കട്ടെ. ഇനിയൊരു കുഞ്ഞും പിച്ചി ചിന്തപ്പെടാതിരിക്കാനായി ഇനി മുതൽ നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാകും. നിയമവും നീതിയും നോക്കുകുത്തിയാക്കുമ്പോൾ നമ്മളെപ്പോലെ ഒരു കൂട്ടത്തെ ഇന്നത്തെ ലോകം ആഗ്രഹിക്കുന്നു. അരുണിന്റെ വാക്കുകൾക്ക് മുന്നിൽ ആ വേട്ടക്കാർ ആദ്യമായി തോറ്റു. അവർ ആദ്യമായി ഒരാൾക്ക് മുന്നിൽ തലകുനിച്ചു. അവന്റെ വാക്കുകൾ ശരിയാണെന്ന് അവർക്കും തോന്നി. അവന്റെ കെട്ടഴിച്ച് അവനെ അവർ ഫ്രീയാക്കി. കെട്ടിയിട്ടിരുന്ന ആ 12 പേരിൽ അരികിലേക്ക് അർജുൻ നടന്നു. തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന കുഞ്ഞു പെൺകുട്ടികളുടെ മുഖം അർജുന്റെ മനസ്സിൽ തെളിഞ്ഞു. അവിടെ ഒരിടത്തായി ചാരിവെച്ചിരുന്ന വാൾ അർജുൻ കയ്യിലെടുത്തു. മറ്റുള്ളവർ നോക്കി നിൽക്കെ ആ വാൾ കൊണ്ട് ആ 12 പേരുടെയും പുരുഷത്വത്തെ അവൻ നിലത്തേക്ക് വെട്ടിയിട്ടു. അതിലൂടെ അർജുൻ നീതിക്കു വേണ്ടിയുള്ള വേട്ട തുടരുകയായിരുന്നു. കൂട്ടുകാരെ, കഥ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കമൻറ്റും കൂടി. താങ്ക് യു.